റെഡിയാ? ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്പൂട്ടി. നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഷെയറിനുള്ള അവാർഡ് കിട്ടി. നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ആ അവാർഡ് ഞാൻ സ്വീകരിച്ചു. അതിനുശേഷം ആ അവാർഡ് ഞാൻ സ്വീകരിച്ചിട്ട് നന്ദിയോടെ തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ, മാനിപ്പുലേറ്റ് ചെയ്ത വീഡിയോയ്ക്ക് എങ്ങനെ ലൈക്സ് മേടിച്ച വീഡിയോയ്ക്ക് എങ്ങനെ അവാർഡ്, ഫസ്റ്റ് പ്രൈസ്, ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയ അവാർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും എന്നാണ് ഞാൻ IAF-നോട് ചോദിക്കുന്നത്. IAF-നോട് മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരു അവാർഡ് കൊടുക്കണമെങ്കിൽ നേരത്തെ അവർക്ക് ഫിക്സ് ചെയ്തിട്ട്, നേരത്തെ അങ്ങനെ ഒരു പ്രോഗ്രാം വെക്കണ്ട, അവർക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അവർക്കങ്ങ് കൊടുക്കാമായിരുന്നു. ഈ ഒരു വീഡിയോ ചെയ്തതിൽ ബോട്ടിനെ കൊണ്ട്, ബോട്ട് ഐഡിയകൾ കൊണ്ട് പൈസ കൊടുത്ത് നമുക്ക് ലൈക്സും ഷെയറും വ്യൂസൊക്കെ കൂട്ടാൻ പറ്റും. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എന്നെ പോലെയുള്ള ബാക്കിയുള്ളവർ ചെയ്തതെന്ന് വെച്ചാൽ, മത്സരത്തിന്റെ രീതിയിൽ കണ്ടു. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്ക് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് മാന്യമായിട്ട് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തായിരുന്നു. IAF-ന്റെ ഭാരവാഹി ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്ന അവാർഡ് ഞാൻ തിരിച്ച്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, എനിക്ക് അവാർഡ് തന്നപ്പോൾ ആ ഭാരവാഹി എന്നോട് വന്ന് പറയുക, എനിക്ക് തരാനുള്ള ട്രോഫി മിസ്പ്ലേസ് ആയിപ്പോയെന്ന്. അതിൽ വളരെ സന്തോഷം. മിസ്പ്ലേസ് ആവണം, കാരണം ഞാൻ അതിനെ അർഹിക്കുന്നില്ല. നിങ്ങൾ ആ അവാർഡ് തന്നിരുന്നെങ്കിൽ ഞാൻ തിരിച്ച് ഏൽപ്പിക്കുമായിരുന്നു. ഞാൻ അവിടെ വെച്ച് തിരിച്ച് ഏൽപ്പിക്കാൻ തയ്യാറായി തന്നെയാണ് വന്നത്. കാരണം എന്നെ ഇത് സ്വീകരിക്കാൻ സ്റ്റേജിലോട്ട് കയറി വന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട്. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു, എനിക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്തു, ലൈക്ക് ചെയ്തു, കമന്റ് ചെയ്തു, ഒരുപാട് പേര് സ്റ്റോറി ഇട്ടു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനത് റിസീവ് ചെയ്യാൻ വന്നത്. പിന്നെ ഈ തെണ്ടിത്തരം കാണിച്ചത് കൊണ്ടാണ് ഞാൻ അത് തിരിച്ചു തന്നത്. ഇതിന് പക്ക തെണ്ടിത്തരം എന്ന് തന്നെയാണ് പറയണം. ഇതുപോലെ ഉള്ളൊരു തെണ്ടിത്തരം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രഹസനം കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് ശരിക്കും വലിയൊരു പ്രഹസനമാണ് കാണിച്ചത്. ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ട്, ഇങ്ങനെ ഒരു അവാർഡും വെച്ചിട്ട് ശരിക്കും ഒരു പ്രഹസനമായിരുന്നു. നിങ്ങളിത് കാണിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ തന്നെ ചെയ്യാം. ഇങ്ങനെ തന്നെ ഒരു അവാർഡ് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ വലിയ നമസ്കാരം.